വിജയ്. അപ്പോൾ നമ്മൾ 2024 ഫസ്റ്റ് ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എനിക്കറിയാം ഈ ഒരു തംബ്നെയിലൊക്കെ കണ്ടിട്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി എന്തിനാ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും ഈ വർഷത്തിൽ സാന്റാക്ലോസിനെയും കൊണ്ട് വന്നിരിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാന്റാക്ലോസ് ഐഡോളിനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത് ഡിസംബർ ഒരു പകുതി ആയപ്പോഴാണ്. അപ്പോൾ ഇതൊരു ന്യൂ ഐഡിയ ആണ്, ന്യൂ മെറ്റീരിയൽ ആണ്, പുതിയൊരു ആർട്ട് സ്റ്റൈൽ ട്രൈ ചെയ്തതാണ്. അപ്പോൾ അത് ചെയ്തു തുടങ്ങിയ സമയത്താണ് പനി വന്നത്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നത്. അപ്പോൾ ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആയപ്പോൾ കുറച്ച് വൈകിപ്പോയി, തീരാൻ കുറച്ച് വൈകിപ്പോയി. പുതിയൊരു അറ്റംപ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുക്കേണ്ടി വന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വയ്യാതെയും കൂടെ ആകുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. സോ അങ്ങനെയാണ് കേട്ടോ കുറച്ച് താമസിച്ചത്. അപ്പോൾ ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല, ഇപ്പോൾ സാന്റാക്ലോസിനെ കൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന ഒരു ആർട്ടാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കരധികം ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യണത്. സോ അതിന് ഒത്തിരി സമയം എടുത്തു. സോ ഏതായാലും 2024 ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണം ഞങ്ങളെപ്പോലെയുള്ള വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് പൊതുവെ സപ്പോർട്ട് കിട്ടാറില്ല, പ്രത്യേകിച്ച് മലയാളികളാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്, പുതിയ വർഷമാണ്. എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ എനിക്ക് ഈ ഒരു വോയിസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഇല്ലാതെ ഒരുപാട് വീഡിയോസ് ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത സമയം ഇല്ലാത്തപ്പോഴൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു, മോളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമായിരുന്നു, എന്താ സൗണ്ട് ഇടാത്തേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. വോയിസ് ഓവർ എന്താ കൊടുക്കാത്തേ ചോദിച്ചിട്ട്. പക്ഷേ മേ ബി എൻ്റെ സൗണ്ട് ബോറിംഗ് ആയിരിക്കും, എനിക്ക് ഒരു സൗണ്ടേ ഉള്ളൂ, എനിക്ക് ഇത് വെച്ചിട്ടല്ലേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുകയാണ് എൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വോയിസ് വെച്ചിട്ടേ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സൗണ്ട് അടഞ്ഞു പോവോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഷുള്ളായിട്ടുള്ള എൻ്റെ വോയിസ് ആണ് നിങ്ങൾ കേൾക്കുക. അപ്പോൾ ഉള്ള സൗണ്ട് കൊണ്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തിനാ വെറുതെ ഇങ്ങനെ പുള്ളി ചെയ്യണേ സൗണ്ടിൻ്റെ പേരിൽ? അത് ഈ വർഷമെങ്കിലും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം ഞാൻ കേട്ട് മടുത്തു, ഒരുപാട് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൗണ്ടിനെ പറ്റി. എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ട് കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൗണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗോഡ് തന്നൊരു ഗിഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നൊരു ഗിഫ്റ്റ് ആയിരിക്കും. സോ അതിൽ അഭിമാനം കൊള്ളുക. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വോയിസ് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഒരു വോയിസേ ഉള്ളൂ, ഇത് വെച്ചിട്ടേ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് വെച്ചിട്ടേ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് പ്ലീസ് ബെയർ വിത്ത് മീ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കാണുക, അല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് ഹാർഷ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാതിരിക്കുക. ഇതെൻ്റെ ഈ ഒരു വർഷത്തെ ഒരു റിക്വസ്റ്റാണ്. പറ്റുമെങ്കിൽ ചെയ്യുക. ബുള്ളി ചെയ്യുമ്പോൾ ഒരു നിമിഷത്തെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഡോമിനൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും, അത് കഴിയുമ്പോൾ അത് പോവും. സോ ഒരാളെങ്ങനെ മോശമായിട്ട് ഇങ്ങനെ പറയണം, അവരുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഡോമിനൻസ് ഫീൽ ചെയ്യും, അയ്യോ ഞാൻ അവളെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് അതിന് ഒരു സന്തോഷം എല്ലാ കാലവും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു ചെറിയൊരു അറിവിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ ഒരു ടോയ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബോട്ടിലാണ്. ബോട്ടിലില്ലാതെയും ചെയ്യാൻ ഞാൻ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു ഐ ഡ്രോപ്സ് ബോട്ടിലാണ്. പിന്നെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഇതുപോലൊരു സർജിക്കൽ കോട്ടൺ ആണ്. ഈ സർജിക്കൽ കോട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മുറിവൊക്കെ വെച്ച് കെട്ടാൻ ഉപയോഗിക്കുന്ന അതേ കോട്ടൺ ആണ് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് വെള്ളവും കുറച്ച് ഫെവിക്കോളും ചേർത്തിട്ടുള്ള മിക്സ്ചറാണ്. ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരുപാട് തിക്കായിട്ടും ഒരുപാട് ലൂസായിട്ടും നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. ഒരു കൺസിസ്റ്റൻസി കറക്റ്റ്
കറക്റ്റായിരിക്കണം. അപ്പോൾ ഒരുപാട് തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ പഞ്ഞി പറ്റിപ്പിടിക്കും, ഒട്ടിപ്പിടിക്കും. അങ്ങനെ അത് കൊളാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് തിന്നായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ ഈ പഞ്ഞി തമ്മിൽ ഒട്ടിപ്പിടിച്ച് വരില്ല, അല്ലെങ്കിൽ സർഫസിൽ അത് ഒട്ടിയിരിക്കില്ല. അപ്പോൾ അതൊന്നും നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിൽ വേറൊരു സ്കൾപ്റ്റിങ്ങോ അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യണത്. പഞ്ഞി എടുക്കുക, നമ്മുടെ ഈ ഒരു മിക്സ്ചർ എടുക്കുക, എന്നിട്ട് നമ്മൾ ഏത് സർഫസിലാണോ വെക്കുന്നത് അതിൽ നമ്മൾ ഷേപ്സ് ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെ? പഞ്ഞി വയ്ക്കുക, അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഈ ഒരു മിക്സ്ചർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഷേപ്പാക്കി എടുക്കുക. ഒരു ബ്രഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൈ യൂസ് ചെയ്യാം. അങ്ങനെ ഈ ഒരു ആർട്ടിൻ്റെ പേരാണ് സ്പൺ കോട്ടൺ ആർട്ട്. ഇത് ക്രിസ്മസ് ടോയ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോമാണ് കേട്ടോ. ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ഇൻ ജർമ്മനി. ജർമ്മനിയിൽ 19th സെഞ്ച്വറി കാലഘട്ടത്തിൽ, 18th or 19th സെഞ്ച്വറി കാലഘട്ടത്തിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് ഹിസ്റ്ററിയിൽ പറയണത്. അപ്പോൾ ഇത് ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള കോട്ടൺ ഫൈബേഴ്സ് എടുത്തിട്ട് അതിനെ പഞ്ഞി, സാധാരണ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള പഞ്ഞി എടുത്തിട്ട് അതിൽ സ്റ്റാർച്ചൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഞാനിത് വെളിയിലുള്ള കുറേ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ചെയ്യണത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല അവരെന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, അവർ എന്ത് സ്റ്റാർച്ചാണ് യൂസ് ചെയ്യണതെന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു പൊട്ടറ്റോ സ്റ്റാർച്ച് അല്ലെങ്കിൽ ടപ്പിയോക്ക സ്റ്റാർച്ചൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ഒരു പശയ്ക്ക് പകരമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബൈൻഡറാണ് ഈ ഒരു കോട്ടൺ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. നമുക്ക് അതൊന്നും നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ഈ ഒരു ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഇൻസ്പിറേഷൻ മാത്രമാണ്, ഇങ്ങനെ ഒരു ആർട്ട് ഫോം ഉണ്ടെന്ന് മാത്രമാണ് എനിക്കറിയാം. അതിൻ്റെ എല്ലാ ടെക്നിക്സൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള ടെക്നിക്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇത് ഞാൻ തന്നെ ഉള്ള ഒരു ആർട്ട് ഫോം ഉണ്ടെന്ന് മാത്രമാണ് കേട്ടോ. അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത എൻ്റെ ഒരു വേർഷനാണെന്ന് ഞാൻ ഇതിനെ പറയും. അപ്പോൾ ഇതുപോലെ കൈയിൻ്റെയും കാലിൻ്റെയൊക്കെ പോർഷൻ സെയിം പ്രോസസ്സാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയാത്തത്. അത്രയും പോർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫേസാണ്. സാധാരണ അവരുടെ ആർട്ടിൽ അവർ ഫേസ് ക്ലേ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ബാക്കി ബോഡി പാർട്സാണ്, മനുഷ്യൻ്റെ മുഖമൊന്നും അവർ ക്ലേയിലാണ് ചെയ്യുന്നത്, ഈ ഒരു കോട്ടൺ വെച്ചിട്ടല്ല ചെയ്യണത്. പക്ഷേ ഞാനിവിടെ ഫേസും കോട്ടൺ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വിചാരിച്ചു. ഫുൾ അപ്പോൾ ക്ലേയോ വേറെ ഒന്നും നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് പേപ്പർ ആദ്യം കണ്ടല്ലോ നിങ്ങൾ, കാലൊക്കെ ഉണ്ടാക്കിയപ്പോഴും നമ്മൾ കുറച്ച് അലുമിനിയം ഫോയിലും അതിൻ്റെ പുറത്ത് കുറച്ചൊരു ടിഷ്യൂ പേപ്പറും കൂടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് ഇടയ്ക്ക് പറയാൻ വിട്ടുപോയതാണേ. അപ്പോൾ അങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കോട്ടൺ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആദ്യം ഉണക്കിയെടുത്ത എല്ലാ ബോഡി പാർട്സും നിങ്ങൾ കണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് ഉണക്കിയെടുക്കണം. അത് വെയിലത്ത് വെച്ചിട്ട് തന്നെ ഉണക്കിയെടുക്കാം. പിന്നെ ഇതുപോലെ കണ്ണ് ആഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ പോർഷൻസ് നമ്മൾ ആഡ് ചെയ്യുമല്ലോ എക്സ്ട്രാ, അതും ആദ്യത്തെ ബേസ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതിന് ലെയേഴ്സ് ക്ലേയെക്കാട്ടിലും കൂടുതൽ വരും. പിന്നെ ഇതൊരു അത്രയും എളുപ്പമുള്ളൊരു ആർട്ടല്ല. ഇപ്പം ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ്, പക്ഷേ ഇത് ഒരുപാട് സമയമെടുത്ത് ചെയ്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡിസംബർ പകുതിയോടുകൂടി തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നത് സമയം കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വയ്യാതെയൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ ഇത് ഉണക്കി എടുത്ത് വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ടാക്കിയിട്ട് വീണ്ടും ഉണക്കിയെടുക്കണം. അപ്പോൾ അതിനൊക്കെ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ടൈം ഉണ്ടെങ്കിൽ മാത്രം ഇത് അറ്റംപ്റ്റ് ചെയ്യുക. ഞാനാണെങ്കിൽ ഓരോ ദിവസം, അപ്പോൾ എനിക്ക് അത്രയും ടൈമൊന്നുമില്ല. ടൈം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എക്സാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കും. പിന്നെ അത് ഉണക്കാൻ വെക്കും. അങ്ങനെയാണ് ഇത് പതുക്കെയാണ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും നമുക്കറിയില്ല, നമ്മളൊരു അറ്റംപ്റ്റ് ചെയ്യണതല്ലേ. ഇനി നമുക്ക് ഫിംഗേഴ്സ് വെച്ച് കൊടുക്കാം. കൈയിൻ്റെ ആ ഒരു ഭാഗം എല്ലാം ഉണങ്ങിയതിന് ശേഷമാണ് ഫിംഗേഴ്സ് ഈ കോട്ടൺ തന്നെയാണ് ചെറുതായിട്ട് ചുരുട്ടി എടുത്തിട്ട് നമ്മൾ ഫിംഗേഴ്സിൻ്റെ രൂപത്തിലാക്കിയതിന് ശേഷം കുറച്ച് പഞ്ഞി അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മളതിനെ ഫിക്സ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഫെവിക്കോളിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഈ ചെറിയ സാധനങ്ങളൊന്നും അങ്ങനെ ഒട്ടിയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മുടെ കൈ അവിടെ തട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള പശയാണെങ്കിൽ നമ്മുടെ കൂടെ അങ്ങ് പോരും ഇത്. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഡ്രസ്സിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കണം, ഫ്രില്ലുകൾ വെക്കണം, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ആ ഒരു ചുളിവുകൾ, ഡ്രസ്സിൻ്റെ പാർട്സൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊരു ക്ലോത്തിൻ്റെ പോലെ ഫ്ലാറ്റ് ആയിട്ടുള്ളതായിട്ട് കിട്ടണം. തിൻ ഷീറ്റ് പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പഞ്ഞി എടുത്തിട്ട് ഏതെങ്കിലും ഒരു സർഫസിൽ വെക്കുക. റഫായിട്ടല്ല, കുറച്ച് മിനുസുള്ള ഒരു സർഫസിൽ വെച്ചതിന് ശേഷം ഈ ഒരു ഗ്ലൂവും വാട്ടറും തമ്മിലുള്ള മിക്സർ എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക്
ഈ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് ആദ്യം കുറച്ച് പാടായിരിക്കും കേട്ടോ. അത് ആ ഒരു ബ്രഷിൻ്റെ കൂടെ ഇങ്ങ് പോരും കുറേ പഞ്ഞി ഇങ്ങനെ. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ചെയ്ത് അത് ശരിയാവും. അങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഫ്ലാറ്റൻ ചെയ്തിരിക്കും. എന്നിട്ട് നമ്മളത് ആ ഒരു സർഫസ് നമുക്ക് എടുക്കാം കേട്ടോ. എടുത്തിട്ട് സിസർ വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്യുക. നമുക്ക് ആവശ്യത്തിനുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ ഡോളിൻ്റെ ശരീരത്തിലേക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ക്ലേ അപേക്ഷിച്ച് നമുക്ക് ഒത്തിരി സ്കൾപ്റ്റിംഗ് ടൂളോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. പക്ഷേ ക്ലേ സ്കൾപ്ചേഴ്സിനെക്കാട്ടിലും ഒരുപാട് സമയം നമുക്ക് എടുക്കേണ്ടി വരും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഫ്രില്ലൊക്കെ വെച്ചിട്ട് ആ ഒരു കോളറൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊരു നമ്മൾ പഴയ സാന്റാക്ലോസ് അപ്പൂപ്പൻ്റെ വലിയ ഐഡോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലത്തെ തന്നെ ഡ്രസ്സാണ് നമ്മളിവിടെയും ചെയ്യണത് കേട്ടോ. പക്ഷേ അതിൽ പകുതി ഭാഗം നമ്മൾ ഫുള്ള് ക്ലേയിൽ സ്കൾപ്റ്റ് ചെയ്തു. പിന്നെ ഓവർ കോട്ടൊക്കെ നമ്മൾ വെൽവെറ്റ് ക്ലോത്തിലാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിനകത്ത് ഫുള്ള് നമ്മൾ പഞ്ഞി തന്നെയാണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ, അതിൻ്റെ അതേ ഒരു ഡിറ്റോ കോപ്പിയൊന്നുമല്ല. പിന്നെ ഇത് ഉണങ്ങുമ്പം ചിലപ്പോൾ നമ്മൾ ഉണക്കാൻ വയ്ക്കുന്ന സർഫസിൽ എന്തെങ്കിലും ഡേർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പറ്റി പിടിക്കും, പഞ്ഞിയല്ലേ അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ലെയേഴ്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും അറിയില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലെയർ ഓഫ് ക്ലോത്തിങ് ആണ്. അപ്പോൾ നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും ആദ്യം ഒരു ലെയർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വെസ്റ്റ് പോലെ ഒരു ലെയറും കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കോളേർഡ് ആയിട്ടുള്ള ഒരു വെസ്റ്റ് പോലെ കൊടുക്കുന്നുണ്ട്. നമ്മൾ വലിയ സാന്റാക്ലോസ് അപ്പൂപ്പൻ്റെ ആ ഒരു സ്കൾപ്ചർ ചെയ്തപ്പോൾ അതിലും സെയിം മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. ആ രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഔട്ടറായിട്ടൊരു ജാക്കറ്റ് വേറെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇത് ഉണങ്ങിയതിന് ശേഷമാണ് ചെയ്യുന്നത്. പിന്നീട് ചെറിയൊരു പീസ് വെച്ചിട്ട് അതിൻ്റെ ക്ലോഷറും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടത് കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഓരോ ടൈമും ഇങ്ങനെ പശയൊക്കെ കുറച്ച് ആ ഒരു സിസേഴ്സിലൊക്കെ ആവും കേട്ടോ. അപ്പോൾ കത്രിക ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നതൊക്കെ നല്ലതാണ്, ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും പശ. ഇനി നമുക്ക് കൈകൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അറ്റാച്ച് ചെയ്യണത് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ്. അതാണ് എനിക്ക് നമ്മൾ കൈകളായിട്ട് തോന്നിയിട്ടുള്ളത്. യോജിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ പെട്ടെന്ന് കൊടുക്കാൻ. പിന്നെ നമ്മൾ ആ ജംഗ്ഷനിലൊക്കെ അത് ഗ്ലൂ ഗൺ ജോയിൻ ചെയ്യണ ആ ഒരു പോയിന്റിലൊക്കെ നമ്മൾ വീണ്ടും പഞ്ഞി വെച്ചിട്ട് അതിനെ മറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കുഴപ്പമില്ല. ഇനി നമ്മളൊരു ബെൽറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് അതിൻ്റെ ബക്കിൾ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു പഞ്ഞി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത്. അതിങ്ങനെ ഫ്ലാറ്റൻ ചെയ്തിട്ട് അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കണേ. അപ്പോൾ പിന്നെ ഫേസിൻ്റെ ഫുൾ സ്കൾപ്റ്റിങ് നമ്മളിതിൽ കാണിച്ചിട്ടില്ല. സ്കൾപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഫേസ് ചെയ്യാൻ. മേ ബി അതുകൊണ്ടായിരിക്കും അവർ ക്ലേ വെച്ചിട്ട് ഹ്യൂമൻ ഫേസ് മിക്കവാറും ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ചലഞ്ചിങ് ആണ് കേട്ടോ. അതുകൊണ്ട് എനിക്കെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം ഒരു വീഡിയോയിൽ. ഇനി ഞാൻ കുറച്ച് ഹെയറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹെയർ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ തൊപ്പി വരുന്നതുകൊണ്ട്. പക്ഷെ എന്നാലും ആ ഒരു കുറച്ച് ഹെയർ ഇങ്ങനെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു ഭംഗിയാണല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഹെയർ വെച്ചിട്ടാണ് തൊപ്പി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫേസ് നന്നായിട്ട് ഉണങ്ങിയാൽ നമുക്ക് ഇങ്ങനെ ഹെയർ വെക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ആ ഫേസിൽ വെച്ച് ചില ഡീറ്റെയിൽസൊക്കെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വരും. ഹെയറിന് ടെക്സ്ചർ കൊടുക്കാൻ നോക്കിയിട്ട് ഭയങ്കര ടഫായിരുന്നു. പിന്നെ ഞാനത് അങ്ങനെ വെച്ചു, എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ആക്കി വെച്ചതേ ഉള്ളൂ. ഇടയ്ക്ക് ബോഡിയും ഹെഡും ആയിട്ടുള്ള പ്രൊപ്പോർഷൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹെഡ് ബോഡിയെക്കാട്ടിലും വലുതാവാൻ ചാൻസ് ഉണ്ട്. ഞാനത് ഹെഡ് ബോഡിയായിട്ട് ഒരു കമ്പി വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ ക്ലേ ഐഡോൾസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ. ക്ലേയിലായിക്കോട്ടെ വേറെ ഏത് മെറ്റീരിയലിലായിക്കോട്ടെ ഹെഡും ബോഡിയും തമ്മിലുള്ള പ്രൊപ്പോർഷൻ അത് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ അത് പ്രൊപ്പോർഷനിലാണോ എന്ന് നോക്കുക. ഇപ്പോഴും എനിക്ക് ചിലപ്പോൾ ഹെഡ് കുറച്ച് വലുതായി പോകാറുണ്ട്, അല്ലെങ്കിൽ ഹെഡ് കുറച്ച് ചെറുതായി പോകാറുണ്ട്. അതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. നമ്മൾ ആർട്ട് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ആർട്ട് പഠിച്ചവർ ഓൾറെഡി അവരുടെ ആ ഒരു എന്താ പറയുക നേരത്തെ പഠിച്ചിട്ടുള്ള ആ ഒരു പ്രൊപ്പോർഷൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. നമുക്കതൊന്നും അത്ര അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചെയ്താണ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു കേട്ടോ, എൻ്റെ ഈ ഒരു ഹെഡ് കുറച്ച് വലുതായി പോയോന്ന്. പക്ഷെ പിന്നെ ചെയ്ത് വന്നപ്പോൾ വലിയ കുഴപ്പമില്ലാതെ തോന്നി. പിന്നെ ഒരു റിയലിസ്റ്റിക് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു പ്രൊപ്പോർഷനിലേക്ക് വന്നില്ല എന്നേ ഉള്ളൂ. ഒരു ടോയ്ക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു ഡോളിന് വേണ്ട പ്രൊപ്പോർഷൻ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാന്റാക്ലോസിൻ്റെ ഔട്ടർ ജാക്കറ്റാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ സാന്റാക്ലോസ് അപ്പൂപ്പൻ്റെ ഒരു ഔട്ടർ ജാക്കറ്റിൽ ബോർഡേഴ്സിൽ ഫറായിരിക്കും ഉണ്ടാവുക വൈറ്റ് കളറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാരോ ഷീറ്റ്സ് ആക്കിയിട്ട് കോട്ടൺ ഇങ്ങനെ മടക്കിയിട്ട് ഒരു ബോർഡേഴ്സ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമ്മൾ വൈറ്റ് കളർ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അത് പാൻസിലും കൊടുക്കണം കേട്ടോ. ഇനി ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ ഒരു ഡോൾ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നത് താടിയും മീശയും ഒക്കെ ശരിയാവും എന്നുള്ളതാണ്. ഇതിന് മുമ്പേ സാന്റാക്ലോസിനെ ചെയ്ത സമയത്ത് നമ്മൾ ഉളൻ ത്രെഡ് വെച്ചിട്ടായിരുന്നു താടി മീശയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ഇത് ശരിയാവുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് കോട്ടൺ ഇങ്ങനെ വെച്ച് ഞാൻ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു. പിന്നെ നമ്മൾ താടി ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതൊന്നും വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ കുറേ പ്രാക്ടീസ് ചെയ്ത് ശരിയാവുമായിരിക്കും കേട്ടോ. അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഞാൻ ബേസിക് ആയിട്ട് തന്നെ അങ്ങോട്ട് വെച്ചു. അങ്ങനെ താടി മീശ ഒപ്പിച്ചു എന്ന് പറയാം. എന്നിട്ട് അത് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ തൊപ്പിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ തൊപ്പി ഇതുപോലെ തന്നെ ഷീറ്റായിട്ട് എടുത്തിട്ട് മടക്കി ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ചുളിവുകളൊക്കെ സ്വാഭാവികമായിട്ട് അതിൽ വരും. അപ്പോൾ അത് ഞാൻ പിന്നെ നാച്ചുറലായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, വടി പോലെ ഇരിക്കുന്നതിനെക്കാട്ടിൽ ഏതായാലും ചുളുങ്ങിയല്ലേ ഇരിക്കുള്ളൂ നമ്മളൊക്കെ തൊപ്പി വെച്ചാൽ. ഇത്തരം തൊപ്പി വയ്ക്കുമ്പോൾ എപ്പോഴും താഴോട്ട് തൂങ്ങിയല്ലേ ഇരിക്കുക. അങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചു. എന്നിട്ട് അറ്റത്തൊരു ബോളും കൂടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും കോട്ടൺ ബോൾ തന്നെയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അക്രിലിക് പെയിൻ്റാണ്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഉണക്കാനൊക്കെ വെക്കുന്ന സമയത്ത് ആ സർഫസിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് പഞ്ഞി ആയതുകൊണ്ട് ഇത് ചിലപ്പം അബ്സോർബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ മങ്ങി കാണുന്നത് കേട്ടോ. പിന്നെ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ക്ലേ കൊണ്ടുണ്ടാക്കുന്നതിനൊക്കെ നേരിട്ട് നമ്മൾ അക്രിലിക് പെയിൻറ്റ് പെയിൻറ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇതിന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, അങ്ങനെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ ചെയ്തത് അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഫെവിക്കോളും കുറച്ച് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഡൈല്യൂട്ടായിട്ട് എടുക്കുക, എന്നിട്ട് പെയിൻറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ 2-3 കോട്ട് അടിക്കേണ്ടി വരും. പക്ഷേ ഈ പെയിൻറ്റ് പഞ്ഞി ആയതുകൊണ്ട് തന്നെ ഇത് പെയിൻറ്റ് അടിച്ച് കഴിയുമ്പോൾ ഇത് അബ്സോർബ് ചെയ്യും. കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി ആണെങ്കിൽ കൂടുതൽ അബ്സോർബ് ചെയ്യും. അപ്പം നമുക്കൊരു നാച്ചുറൽ ഫീൽ കിട്ടും. ആ ഒരു ഫാബ്രിക്കൊക്കെ ശരിക്കും നാച്ചുറലായിട്ട് തോന്നും. കുറച്ചും കൂടെ ആ ഒരു അക്രിലിക് പെയിൻറ്റിൻ്റെ ആ ഒരു ഗ്ലോസി ഫിനിഷൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ മാറ്റ് ഫിനിഷ് ആവും. പിന്നെ അതിലേക്ക് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗി തോന്നും നമുക്ക്. അപ്പോൾ 2-3 കോട്ട് കൊടുക്കണം എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. നേരിട്ട് അക്രിലിക് പെയിൻറ്റ് അടിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ. അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായതാണ്. ഇനി നമ്മൾ ഫേസിലാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെല്ലാം കളർ മിക്സ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ അറിയുണ്ടാവും. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ കളർ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് 3 സ്കിൻ ടോണിന് വേണ്ടിയിട്ടുള്ള സ്കിൻ കളർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തേക്കാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ അതൊന്നും മനസ്സിലാവും കേട്ടോ, ഞാനിവിടെ പറയുന്നില്ല, ഒരു സീക്രട്ടായിട്ടിരിക്കട്ടെ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ഇതുപോലെ സ്കിൻ കളർ മിക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് റോസി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ആ ഒരു കളർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് റോസി ഷെയ്ഡ് കൂടുതലായിരുന്നു, കുറച്ചുകൂടെ പിങ്കിഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് പിന്നീട് ഞാൻ മാറ്റുകയുണ്ടായി. ഇനി നമുക്ക് കുറച്ച് പേൾ മെറ്റാലിക് വൈറ്റ് എടുത്തിട്ട് അതും സെയിം മാനറിൽ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം, ആ ഒരു ഷർട്ട് വരുന്ന പോർഷനിൽ. പിന്നെ കുറച്ച് ഗ്ലൗസിലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മഞ്ഞിക്കൂടെ സ്ലെയിലാണല്ലോ തെന്നി നമ്മുടെ സാന്റാക്ലോസ് അപ്പൂപ്പൻ റെയിൻഡിയേഴ്സിനെയൊക്കെ തെളിച്ചുകൊണ്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗ്ലൗസും ബൂട്ട്സും ഒക്കെ തന്നെ ആയിരിക്കും ധരിക്കുക. സോ അതുകൊണ്ട് ഗ്ലൗസിന് നമ്മൾ വൈറ്റ് കളർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പേൾ മെറ്റാലിക് കൊടുക്കുമ്പോൾ കുറച്ചൊരു ഗ്ലോയി അല്ലെങ്കിൽ ഒരു സിൽക്കി ഫിനിഷൊക്കെ നമുക്ക് തോന്നും. ഇനി നമുക്ക് ആ ഒരു ഫർ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് വൈറ്റ് കളറ് കൊടുത്തു നോക്കാം. അപ്പോൾ വൈറ്റ് കളറ് സാധാരണ വൈറ്റ് തന്നെയാണ്, അതും ഇത് സെയിം മാനറിൽ തന്നെയാണ് ഞാൻ എല്ലാം ഈ ഒരു ഫെവിക്കോളും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾക്ക് ഫേസിലെ ഫീച്ചേഴ്സ് എല്ലാം വരച്ചു കൊടുക്കാം. ഇവിടെ അങ്ങനെ അധികം വരച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാനിവിടെ കണ്ണ് മാത്രമേ ഇവിടെ വരയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ കവേർഡ് ആയിട്ടുണ്ടല്ലോ പൊതുവേ. പിന്നെ ഈ താടി മീശ അവിടെ എല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എവിടെയും നമ്മൾ പെയിൻറ്റ് ഒഴിച്ചിടാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ പഞ്ഞി ആയതുകൊണ്ട് പെയിൻറ്റ് ചെയ്യാത്ത ഭാഗത്തെല്ലാം ഡേർട്ട് അബ്സോർബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
പിന്നെ ഹെഡ് ഞാനിപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല. നമുക്ക് അതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഹെഡും ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, കമ്പി കൂടെ കയറ്റിയിട്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് ഫിക്സ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ഫേസ് കുറച്ച് റോസി ആയിട്ടിരുന്നത് കൊണ്ട് കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡ് പിന്നീട് കൊടുക്കുകയുണ്ടായി. അങ്ങനെ നമ്മൾ പഞ്ഞി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാന്റാക്ലോസ് അപ്പൂപ്പൻ്റെ ഈ ഒരു ടോയ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എത്ര ലൈറ്റ് വെയിറ്റ് ആണെന്നറിയോ? ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാൻ പറ്റും. കാരണം പഞ്ഞി ആയതുകൊണ്ട് ഒട്ടും വെയിറ്റ് ഇല്ല. ഭയങ്കരമായിട്ട് എനിക്ക് എക്സൈറ്റഡ് ആയിരുന്നു ഇത് ചെയ്ത് തീർന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഐ ആം സോ എക്സൈറ്റഡ് ടു ഷെയർ ഇറ്റ് വിത്ത് യു. പിന്നെ ഇതിനൊരു പ്രൊട്ടക്റ്റീവ് സ്പ്രേ കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഡേർട്ടൊന്നും വീണ്ടും അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി. എത്ര പെയിൻ്റ് അടിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും അബ്സോർപ്ഷനൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് വിജയിച്ചതിന് ശേഷം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers.